അവധിക്കാലത്ത് ഒരു ഹ്രസ്വചിത്രമെടുത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് 14-കാരി ശ്രീനന്ദാനാഥ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള പുതിയ തലമുറയുടെ ശ്രമങ്ങൾ സ്വന്തം അനുഭവങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർത്താണ് ശ്രീനന്ദാനാഥ് സിനിമയാക്കിയിരിക്കുന്നത്. റോർ എ മില്യൺ വ്യൂ സ്റ്റോറി എന്ന സിനിമയുടെ പ്രദർശനം കൊച്ചിയിൽ നടന്നു. പലരും സിനിമ കണ്ടു തുടങ്ങുന്ന പ്രായമാണ് 14-15 വയസ്സ്. എന്നാൽ ചിലർ സിനിമയെ സ്വപ്നം കാണാൻ തുടങ്ങുന്ന പ്രായം കൂടിയാണത്. അങ്ങനെ കണ്ടൊരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇവിടെ കൊച്ചിയിൽ ആ സിനിമയുടെ ആദ്യ പ്രദർശനം നടന്നു കഴിഞ്ഞു. സിനിമയുടെ പേര് റോർ എ മില്യൺ സ്റ്റോറി ഓഫ് ഡ്രീംസ്. സിനിമയുടെ സംവിധായിക 14 വയസ്സുള്ള ശ്രീനന്ദാനാഥ് അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യ പ്രദർശനം പൂർത്തിയായി കഴിഞ്ഞു. ശ്രീനന്ദ, വളരെ കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് തോന്നിയത്? എൻ്റെ ചേച്ചി എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പിന്നീട് ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറുതായിട്ട് ഫോണിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ ആക്ച്വലി ഇത് രണ്ടാമത്തെ. എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ? 10th. അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് ചെയ്തു. ജസ്റ്റ് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് വളരെ ചെറുതായിട്ട് ഒരെണ്ണം ചെയ്ത് അത് യൂട്യൂബിലിട്ടു. പിന്നീടാണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. അങ്ങനെ എനിക്കുണ്ടായ ഫീലിങ്സ് വെച്ചൊരു സ്റ്റോറി ചെയ്തതാണ്. ആക്ച്വലി ഈ സിനിമയുടെ പല സാങ്കേതിക ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പം കഥ, തിരക്കഥ, ക്യാമറ, അങ്ങനെ ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചത്? അതിലൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ബാക്കപ്പ് എങ്ങനെയാണ്? മെയിനായിട്ട് ചേച്ചിയാണ് മെയിൻ ഇൻസ്പിറേഷൻ. ചേച്ചി ഈ ഒരു ഫീൽഡിലുള്ളതാണ്. സോ ചേച്ചിയും ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചേച്ചിയാണ് ഇൻസ്പിറേഷൻ. കഥ തേടി വേറെ എങ്ങോട്ട് പോകേണ്ടി വന്നില്ലല്ലേ? ഇല്ല, ഇത് സ്വന്തം കഥയായിട്ട് തന്നെ. സിനിമ തന്നെ എന്തെങ്കിലും പുതിയ ആശയങ്ങളോ അല്ലെങ്കിൽ അടുത്ത സിനിമയിലേക്കൊക്കെ മനസ്സിലുണ്ടാവും. എന്തായാലും ഒന്ന് കഴിയുമ്പോൾ സിനിമ എന്ന് പറയുന്ന അത്ര ഒരു പാഷൻ ഉണ്ടാകുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പുറകിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഒരു മാജിക്കലായിട്ടുള്ളൊരു വലിവുണ്ട് സിനിമയ്ക്ക്, അതിലേക്ക് വലിച്ചടക്കുന്നത്. അങ്ങനെ അടുത്തായിട്ട് എന്താണ് മനസ്സിൽ വരുന്നത്? അടുത്തായിട്ട് സ്റ്റോറി ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. അത് എഴുതണം, ചെയ്യണം. അതെ, അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും. അമ്മ, എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹമൊക്കെ തോന്നിയപ്പോൾ എന്താണ് തോന്നിയത്? ഇല്ല, ചെറുപ്പത്തിൽ ഒരു 2-3 വർഷം മുൻപ് തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, അവൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ട്, നല്ല ക്രിയേറ്റീവായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഡ്രീം ചെയ്ത് അപ്പം തന്നെ നടത്താൻ പറ്റണം എന്നില്ല എല്ലാവർക്കും. പക്ഷെ ഇത് ഡ്രീം ചെയ്തു, അത് അപ്പം തന്നെ നടത്തുകയും ചെയ്തു. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ കുറേ ഷോർട്ട് ഫിലിംസും സിനിമകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീനന്ദയ്ക്ക് ഈ കഥ എഴുതുന്നതിന് അതിനെല്ലാം സപ്പോർട്ടായി തന്നത് ചേച്ചിയാണല്ലേ? പറയുക, എങ്ങനെയായിരുന്നു ചേച്ചിയാണ് എല്ലാത്തിനും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? ഒരു വെക്കേഷൻ ടൈമിലാണ് ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ടൈം പാസ് വേണമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴാണ് അനിയത്തിയെ കൊണ്ട് വീഡിയോ എടുക്കണം, അവർക്ക് വൈറലാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ ഐഡിയാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് സിനിമ എടുത്ത് കളയാന്ന് വിചാരിച്ചു. അതെ, പ്ലാൻ ചെയ്തത് 30 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും അത് വന്നത് ഈ ഒരു വലിയ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് മാറിയത്. അപ്പോൾ അവളുടെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. അച്ഛനാണ്, എങ്ങനെയാണ് ഈ ഒരു സംവിധായികയുടെ അച്ഛനായി? പണ്ട് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ചെറിയ വീഡിയോസ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അത് പിന്നീട് അത് ഒരുമിച്ച് മോള് തന്നെ അത് എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ശരിക്കും ഈ ഇളയാൾ വന്നതിന് ശേഷം അവളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൾ ഇതിനകത്തൂടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഒരു ഷോർട്ട് ഫിലിം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറേയും കൂടെ അവൾ കുറച്ചുകൂടെ കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അത് വീണ്ടും ഒരുപാട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് സിനിമയ്ക്ക് എങ്ങനെയാണ് സപ്പോർട്ട്? എങ്ങനെയാണ്?
തീർച്ചയായും കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇത്. ഞാൻ ഇവരുടെ ഒരു ഫാമിലി സുഹൃത്താണ്, അങ്ങനെയാണ്. പിന്നെ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതോടൊപ്പം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് ഭയങ്കരമായി മനസ്സ് സന്തോഷമായിരിക്കുന്ന ഒരു ദിവസമാണ്. കാര്യം നന്നായിട്ട് അത് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. ഇനി മുന്നോട്ടും ഇതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കഴിവിനത്ത് നിൽക്കാനായിട്ട്. പുതിയ ലോകമെന്ന് പറയുന്നത് അവസരങ്ങളുടേതാണ്. ശ്രീനന്ദ അത് വളരെ നന്നായി ഉപയോഗിച്ചു. മാതൃകയാണ് ശ്രീനന്ദ. ക്യാമറമാൻ ഗോപനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി.